നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ ചാനൽ പെരുന്തോട്ടത്ത്. ഇന്ന് വളരെ മികച്ചൊരു കമ്പനിയുടെ IPO വിശേഷമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ബ്ലൂജെറ്റ് ഹെൽത്ത് കെയർ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യാലിറ്റി ഫാർമസ്യൂട്ടിക്കൽ ആൻഡ് ഹെൽത്ത് കെയർ ഇൻഗ്രീഡിയൻറ്റ് ഡെവലപ്പർ കമ്പനിയാണിത്. ഈ കമ്പനിയുടെ IPO ഒക്ടോബർ 25 മുതൽ 27 വരെയാണ് ഓപ്പൺ ആയിരിക്കുന്നത്. ഇവർ 840.27 കോടി രൂപയാണ് മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നത്. അതിൻ്റെ പ്രത്യേകത അത് മുഴുവൻ ഓഫർ ഫോർ സെയിലാണ്, ഫ്രഷ് ഓഹരികൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. വളരെ മികച്ച ഒരു കമ്പനിയാണിത്. അപ്പോൾ ഈ കമ്പനിയുടെ ഓഹരി വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ബ്ലൂജെറ്റ് ഹെൽത്ത് കെയർ അതൊരു സ്പെഷ്യാലിറ്റി ഫാർമസ്യൂട്ടിക്കൽ ഹെൽത്ത് കെയർ ഇൻഗ്രീഡിയൻ്റ് ആൻഡ് ഇൻ്റർമീഡിയറ്റ് കമ്പനി എന്നറിയപ്പെടുന്ന ഒന്നാണ്. ഇത് 55 വർഷം മുമ്പ്, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 1968 മഹാരാഷ്ട്രയിൽ ബോംബെയിൽ രൂപം കൊണ്ട ഒരു കമ്പനിയാണ്. ഈ വർഷത്തെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ബ്ലൂജെറ്റ് എന്ന ഹെൽത്ത് കെയർ കമ്പനിക്ക് 50ഓളം രാജ്യങ്ങളിലായിട്ട് 400ഓളം വലിയ കസ്റ്റമേഴ്സാണുള്ളത്. വലിയ കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പോൾ ഒരിക്കലും ഇൻഡിവിജ്വൽസ് അല്ല, ഇൻഡസ്ട്രിയൽ ഫേംസ് തന്നെയാണ്. അത്തരത്തിൽ 400ഓളം ഫേംസാണ് കമ്പനിക്കുള്ളത്. അതിൽ പ്രധാനമായിട്ടുള്ള കമ്പനിയുടെ വരുമാനം വരുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നാണ്. 74.5% റവന്യൂവും വരുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നാണ്. 14% മാത്രമാണ് ആഭ്യന്തര വിപണിയിൽ നിന്ന് കമ്പനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 5% അമേരിക്കൻ മാർക്കറ്റിൽ നിന്നുമാണ്. പ്രധാനമായിട്ട് 3 തരത്തിലുള്ള പ്രോഡക്റ്റുകളാണ് ബ്ലൂജെറ്റിനുള്ളത്. ഒന്ന് കോൺട്രാസ്റ്റ് മീഡിയ ഇൻ്റർമീഡിയറ്റ്സ്, പിന്നെ ഹൈ ഇൻറ്റൻസിറ്റി സ്വീറ്റ്നസ്, ഫാർമ ഇൻ്റർമീഡിയറ്റ്സ് അല്ലെങ്കിൽ APIs, ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ്. ഇതിൽ ഈ സ്വീറ്റ്നസ് ഒക്കെ ടേബിൾ ടോപ്പ് സ്വീറ്റ്നസ് ആയിട്ട് ഉപയോഗിക്കുന്നു. ഓറൽ ഹെൽത്ത് കെയറിൻ്റെ വസ്തുക്കൾ ഉണ്ടാക്കാനായിട്ട്, അതായത് മൗത്ത് വാഷ്, ടൂത്ത് പേസ്റ്റ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സിന് ഫുഡ് സപ്ലിമെൻറ്റ്സ്, ആനിമൽ ഫുഡ്സ്, ഇതിനെല്ലാം ഇവരുടെ പ്രോഡക്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രധാന കസ്റ്റമേഴ്സിൽ ചില കമ്പനികളുടെ പേര് പറയുകയാണെങ്കിൽ കോൾഗേറ്റ്, പിന്നെ പ്രോക്ടർ ആൻഡ് ഗാമ്പിൾ, ജോൺസൺ ആൻഡ് ജോൺസൺ, യൂണിലിവർ, ഗ്ലാക്സോ സ്മിത്ത് ലൈൻ, ഇങ്ങനെയൊക്കെയുള്ള വലിയ കമ്പനികളെല്ലാം തന്നെ ഈ കമ്പനിയുടെ ക്ലയൻസാണ്. മഹാരാഷ്ട്രയിൽ 4 മാനുഫാക്ചറിങ് ഫെസിലിറ്റീസാണ് കമ്പനിക്കുള്ളത്. 4 ഫാക്ടറികളാണ്. അതിൽ ഷഹാദ് എന്ന് പറയുന്ന സ്ഥലത്ത്, അതിൻ്റെ ചിത്രമാണ് ഈ കാണുന്നത്. പിന്നെ അംബർനാഥ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഫാക്ടറി ഉണ്ട്. ഇപ്പോൾ അവിടെ പുതിയതായിട്ടൊരു ഫെസിലിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ മഹാദ് എന്ന് പറയുന്ന സ്ഥലത്തും. അപ്പോൾ അങ്ങനെ 4 മാനുഫാക്ചറിങ് ഫെസിലിറ്റിയാണ് മഹാരാഷ്ട്രയിൽ മാത്രം കമ്പനിക്കുള്ളത്. ഇനി പ്രൊമോട്ടേഴ്സ് ആരാന്ന് നോക്കാം. അക്ഷയ് ബാൻസിൽ അറോറയാണ് പ്രധാന പ്രൊമോട്ടർ. അദ്ദേഹത്തെ കൂടാതെ ശിവൻ അറോറ ഉണ്ട്. അതുകൂടാതെ അർച്ചന അക്ഷയ് അറോറ. ഈ 3 പ്രധാനപ്പെട്ട പ്രൊമോട്ടേഴ്സിനും കൂടി ഏകദേശം 99.9% ഓഹരികളും അവരുടെ കൈവശമാണ്. അതായത് 100% എന്ന് നമുക്ക് പറയാം. അത്തരത്തിൽ അവരുടെ കൈവശം ഇരിക്കുന്ന ഓഹരികളിൽ ഇപ്പോൾ IPO കഴിയുമ്പോൾ അത് 86% മാറും. മറ്റൊരു പ്രത്യേകത, ഇത് പൂർണ്ണമായിട്ടും ഓഫർ ഫോർ സെയിലാണെന്ന് പറഞ്ഞല്ലോ ഈ കമ്പനിയുടെ ഇഷ്യൂ. അപ്പോൾ ഒരു പൈസ പോലും കമ്പനിയിലേക്ക് വരുന്നില്ല. ഇത് പൂർണ്ണമായിട്ടും അറോറ ഫാമിലിയിലേക്കാണ് ഈ പണം പോകുന്നത്. കാരണം അവർ ഈ അവസരം ഉപയോഗിച്ച് വിറ്റഴിക്കുകയാണ്. അപ്പോൾ ഈ കമ്പനിയുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്, ഈ ഇഷ്യൂവിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ലിസ്റ്റിംഗ് എന്നുള്ളതാണ്. ഇത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഒരു ലിസ്റ്റഡ് കമ്പനിയായിട്ട് മാറുക, ഫ്യൂച്ചറിൽ ഈ കമ്പനിക്ക് നല്ല ലിക്വിഡിറ്റി ഉണ്ടാവുക, അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ ഫണ്ട് റേസ് ചെയ്യുന്നതിന് ഉപകാരം ഉണ്ടാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുക. പിന്നെ ഇപ്പോഴത്തെ ഈ പ്രൊമോട്ടേഴ്സിന് കുറച്ച് ഓഹരികൾ വിറ്റഴിച്ച് കുറച്ച് സമ്പത്ത് ഉണ്ടാക്കുന്നതിനും എല്ലാം ഉപകരിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോഴത്തെ ഇഷ്യൂ നടക്കുന്നത്. ഇനി ഫിനാൻഷ്യൽ കണക്കുകളിലേക്ക് നോക്കുകയാണെങ്കിൽ 2021 റവന്യൂ 498.93 കോടി രൂപയാണ്. അത് അടുത്ത വർഷം 683.47 കോടി രൂപയായിട്ട് മാറിയിട്ടുണ്ട്. 2023 720.98 ആയിട്ട് വർദ്ധിച്ചും വരുന്നുണ്ട്. ഇനി നെറ്റ് ഇൻകം നോക്കുകയാണെങ്കിൽ, കമ്പനിയുടെ ലാഭം നോക്കുകയാണെങ്കിൽ 135.78 കോടി രൂപയാണ് 2021. 2022 ആയപ്പോൾ അത് 181.72 കോടി രൂപയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ 2023 അവിടെ ഒരു ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. 159.94 കോടി രൂപയായിട്ട്. അത് റോ മെറ്റീരിയൽസിലൊക്കെ ഉണ്ടായ വിലയിലുണ്ടായ വ്യതിയാനങ്ങളാണെന്നാണ് കമ്പനി പറയുന്നത്. എന്നാൽ തൊട്ടടുത്ത ക്വാർട്ടറിൽ
കമ്പനിയുടെ നെറ്റ് ഇൻകത്തിൽ നല്ലൊരു ജമ്പ് ഉണ്ടായിട്ടുണ്ട്. ഏകദേശം 58% വർധനവ് ഉണ്ടായിട്ടുണ്ട് എന്ന് കമ്പനി പറയുന്നുണ്ട്. കമ്പനിയുടെ കണക്കുകൾ അങ്ങനെയാണ് കാണിക്കുന്നത്. എന്തായാലും ഈ ഫിനാൻഷ്യൽസ് നോക്കുമ്പോൾ കമ്പനി വളരെ മികച്ചതാണ്. ബ്ലൂ ജെറ്റിൻ്റെ പെർഫോമൻസ് വളരെ മികച്ചതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി കീ പെർഫോമിംഗ് ഇൻഡിക്കേറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ EPS 9.23 ആണ്. പി റേഷ്യോ ആണെങ്കിൽ ഫ്ലോർ പ്രൈസിൽ 35.64 ക്യാപ് പ്രൈസിൽ 37.49 ആണ്. റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 23.48%, NAV 39.29 പെർ ഷെയറും. ഇതിന് ലിസ്റ്റഡ് പിയർ കമ്പനികളായിട്ടൊന്നും അവരുടെ പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടില്ല. ബുക്ക് റണ്ണിംഗ് ലീഡ് മാനേജേഴ്സ് കോട്ടക് മഹീന്ദ്ര ക്യാപിറ്റലും ICICI സെക്യൂരിറ്റീസ് JP മോർഗൻ ഇന്ത്യ, പിന്നെ രജിസ്ട്രാർ ലിങ്കിൻ ടൈം ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡുമാണ്. ഇനി ബ്ലൂ ജെറ്റ് ഹെൽത്ത് കെയറിൻ്റെ IPO വിശേഷം ഒറ്റ നോട്ടത്തിലൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഒക്ടോബർ 25 മുതൽ 27 വരെയാണ് ഈ ഇഷ്യൂ നീണ്ടു നിൽക്കുന്നത്. IPOയുടെ പ്രൈസ് ബാൻഡ് എന്ന് പറഞ്ഞാൽ 329 രൂപ മുതൽ 346 രൂപ വരെയാണ്. ഫ്രഷ് ഓഹരികൾ ഒന്നും തന്നെ ഇല്ല. ഇത് 2.42 ക്രോഡ്സ് ഓഫ് ഇക്വിറ്റി ഷെയർസ് ആണ് ഇവർ ഓഫർ ഫോർ സെയിലായിട്ട് വിറ്റഴിക്കുന്നത്. മൊത്തം ഉള്ളതിൻ്റെ 14% ഓഹരികളാണ് ഇവർ വിറ്റഴിക്കുന്നത്. അപ്പോൾ അത് ടോട്ടൽ അപ്പർ ബാൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ 840.27 കോടി രൂപയ്ക്കുള്ളതാണ് ഈ ഓഫർ ഫോർ സെയിൽ. അപ്പോൾ ഇഷ്യൂ സൈസ് എന്ന് പറഞ്ഞാൽ അത്രയുണ്ട്. ഒരു ലോട്ട് ഓഹരി എന്ന് പറഞ്ഞാൽ 43 ഒരു റീറ്റെയിലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ 13 ലോട്ട് വരെ റീറ്റെയിലേഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. 35% ഓഹരികൾ ആണ് റീറ്റെയിലേഴ്സിന് നൽകുന്നത്. 2 രൂപയാണ് ഫേസ് വാല്യൂ. NSEയിലും BSEയിലും ഇത് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഡേറ്റുകൾ പരിശോധിക്കുകയാണെങ്കിൽ അലോട്ട്മെൻറ്റ് വരുന്നത് നവംബർ 1 തീയതിയാണ്. അന്ന് തന്നെ കിട്ടാത്തവർക്ക് റീഫണ്ടും കിട്ടും. പിന്നെ ക്രെഡിറ്റ് ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് വരുന്നത് നവംബർ 3 തീയതി. ഇതിൻ്റെ ലിസ്റ്റിംഗ് നവംബർ 6 തീയതിയുമാണ്. ഈ ഇഷ്യൂവിനെ സംബന്ധിച്ച് നമുക്ക് പറയാവുന്നത് ഇതൊരു ഫുള്ളി പ്രൈസ്ഡ് ഇഷ്യൂ ആണെന്നാണ്. 14% കയ്യിലിരിക്കുന്ന ഓഹരികളാണ് ഇപ്പോഴത്തെ പ്രൊമോട്ടേഴ്സ് ഓഫർ ഫോർ സെയിലായിട്ട് വിറ്റഴിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഇതിൻ്റെ പെയ്ഡ് അപ്പ് ക്യാപിറ്റലിൽ വ്യത്യാസമൊന്നും വരുന്നില്ല. 34.69 ആണ് ഇതിൻ്റെ കോടി രൂപയാണ് ഇതിൻ്റെ പെയ്ഡ് അപ്പ് ക്യാപിറ്റലായിട്ട് വരിക. കാരണം പുതിയ ഓഹരികളൊന്നും തന്നെ വരുന്നില്ലല്ലോ, ഉള്ളത് തന്നെ അവർ വിറ്റഴിച്ച് അത്രയും തന്നെ തിരിച്ചു വരികയാണ്. പിന്നെ അപ്പം മാർക്കറ്റ് ക്യാപ്പിൽ വ്യത്യാസം വരും. 6001.9 കോടി രൂപയ്ക്കുള്ള പെയ്ഡ് അപ്പ് ക്യാപിറ്റലായിട്ട് മാറുന്നുണ്ട്. ഇനി ഇതിൻ്റെ ബോണസിൻ്റെ ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ 2022 2/5 എന്നുള്ള നിലയിൽ ബോണസ് കൊടുത്തതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഡിവിഡൻഡ് അവർ വലിയ കാര്യമായിട്ട് അവർക്കൊരു ഡിവിഡൻഡ് പോളിസി ഇപ്പോൾ ഉള്ളതായിട്ട് തോന്നുന്നില്ല. പക്ഷേ ഫ്യൂച്ചറിൽ ലാഭം വരുന്നതിനനുസരിച്ച് ഡിവിഡൻഡ് കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഈ കമ്പനി അപേക്ഷിക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ പറയാവുന്ന ഒന്നേ ഉള്ളൂ. ഇത് വളരെ നല്ല ഒരു കമ്പനിയാണ്. യൂറോപ്യൻ വരുമാനമാണ് 75% തന്നെ വരുന്നത്. മാത്രവുമല്ല എല്ലാ FMCG കമ്പനികൾ, വലിയ FMCG കമ്പനികളാണ് ഇവരുടെ ക്ലയൻസ്. അവരുമായിട്ട് നല്ല റിലേഷനാണ് കമ്പനിക്ക് ഉള്ളത്. മാത്രമല്ല ഈ കഴിഞ്ഞ ക്വാർട്ടറിലെല്ലാം തന്നെ വളരെ മികച്ച റിസൾട്ടാണ് കമ്പനിക്ക് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കമ്പനി നമുക്ക് സുഖമായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് യാതൊരു സംശയത്തിൻ്റെ ആവശ്യമില്ല. മാത്രമല്ല ഒരു ലിസ്റ്റിംഗ് ഗെയിനും ഇപ്പോഴത്തെ കണ്ടീഷനിൽ കമ്പനിക്ക് ലഭിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ കാണുകയും കേൾക്കുകയും ചെയ്തത് ബ്ലൂ ജെറ്റ് ഹെൽത്ത് കെയർ ലിമിറ്റഡ് എന്നുള്ള കമ്പനിയുടെ IPO വിശേഷമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നായിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതോടൊപ്പം തന്നെ കമൻറ്റുകൾ ഇടണം. പിന്നെ നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കണം ഫ്രണ്ട്സിനെല്ലാം, ഫ്രണ്ട്സ് ഗ്രൂപ്പുകളിലേക്ക്. ഇത് കൂടുതൽ നിങ്ങൾ പോപ്പുലർ ആക്കണം. അങ്ങനെ ഈ വീഡിയോയെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം. നമുക്ക് മറ്റൊരു IPO വിശേഷമായിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.